ഹായ്, ദിസ് ഇസ് DTH. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഷോർട്ട് ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻറ്റർസ്റ്റെല്ലാർ റീ റിലീസ്, ക്രിസ്റ്റഫർ നോളൻ്റെ എപ്പിക്. ഞാനിത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ബോംബെയിൽ വെച്ചാണ് ഇത് ആദ്യം കാണുന്നത് 10 വർഷം മുമ്പ്. ആ സമയത്ത് 2 വട്ടം കണ്ടായിരുന്നു ഇൻറ്റർസ്റ്റെല്ലാർ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നാണ്. അന്ന് ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയായിരുന്നു. കാര്യം എന്താണ് ഈ ചെയ്തു വച്ചിരിക്കുന്നത്, എന്താണ് ഈ സംഭവം. പിന്നെ സിനിമ കഴിഞ്ഞിട്ടുള്ള ചർച്ചകളും സിനിമ കഴിഞ്ഞിട്ടുള്ള ഫിസിക്സിനെ കുറിച്ചുള്ള വായനകളും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അന്ന്. കണ്ടതിന് ശേഷമുള്ള ദിവസങ്ങൾ മുഴുവൻ ഈ ഡിസ്കഷൻസും കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യുന്നു, ക്ലൈമാക്സ് ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ ഇതിനെപ്പറ്റി വായിക്കുന്നു, ഫിസിക്സിനെ പറ്റി വായിക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കര ക്രേസി സമയമായിരുന്നു ആ സമയത്ത്. അങ്ങനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു കിടന്ന ഒരു സിനിമയാണ് അതിന് ശേഷം. പ്രത്യേകിച്ച് മ്യൂസിക് പറയേണ്ടതില്ലല്ലോ, ഹാൻസ് സിമ്മറിൻ്റെ എപ്പിക് മ്യൂസിക്. അപ്പം എനിക്കൊന്ന് ഹാൻസ് സിമ്മറിനെ സംബന്ധിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഏറ്റവും നല്ല വോക്കായിട്ട്. അതിനെങ്ങനെ അക്കാഡമി അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഇന്ന് തിരുവനന്തപുരത്ത് ഐമാക്സിൽ പോയി വീണ്ടും കണ്ടു, 3ാമത്തെ വട്ടം കണ്ടു തിയേറ്ററിൽ. നല്ല അനുഭവമാണ്. പക്ഷേ ഞാനിത് പ്രതീക്ഷിച്ചില്ല. എനിക്കിത് തോന്നുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം അന്നെനിക്കിങ്ങനെ തോന്നിയില്ലായിരുന്നു കണ്ടപ്പോൾ. ഇപ്രാവശ്യം എനിക്ക് കണ്ടപ്പോൾ ചില ഡയലോഗ്സ്, പല സ്ഥലത്തും ഡയലോഗ്സ് വളരെ ക്ലീഷയായിട്ടും ക്രിഞ്ചായിട്ടും തോന്നി. പ്രത്യേകിച്ച് ലവിനെ പറ്റി പറയുന്ന സമയത്ത് ഗ്രാവിറ്റിയെ ട്രാൻസെൻഡ് ചെയ്യുന്ന അത് സ്നേഹമാണ്, അല്ലെങ്കിൽ സ്നേഹമാണ് എല്ലാത്തിനും ബന്ധിപ്പിക്കുന്നത്. അങ്ങനത്തുള്ള പല സ്ഥലത്തുള്ള കുറേ റിമാർക്സും ഡയലോഗ്സും ഒക്കെ കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നി. പിന്നെ ഈ റേജ് ഇൻ ടു ദ ഗുഡ് നൈറ്റ് അത് പലപ്പോഴും അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നി. പിന്നെ മാറ്റ് ഡേമൻ്റെ കഥാപാത്രം ഡോക്ടർ മാൻ കൂപ്പറിനെ തള്ളിയിട്ടിട്ട് പറയുന്ന ഡയലോഗ്സൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി ഇപ്രാവശ്യം. അങ്ങനെ തോന്നി. പക്ഷേ ഞാൻ പറഞ്ഞു, അത് ഈ 3ാമത്തെ വട്ടം കാണുന്നതുകൊണ്ട് പലവട്ടം കാണുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഡിയൻസ് നിലയിലുള്ളൊരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കാം. പക്ഷേ എക്സ്പീരിയൻസ് ഇപ്പോഴും മനോഹരം തന്നെയാണ്. ഓവറോൾ നോക്കുമ്പോൾ മനോഹരം എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോഴും. ഈ വിഷ്വൽ എഫക്ട്സ് ഒന്നും പറയണ്ടല്ലോ, വിഷ്വലി സ്റ്റണ്ണിങ് ആണ് ഇപ്പോഴും. ഇതൊരു പഴയ സിനിമ എന്ന് പറയാം, 10 വർഷം പഴയ സിനിമ എന്ന് പറയത്തേ ഇല്ല. പുതിയ സിനിമ എന്നൊക്കെ തന്നെ തോന്നും. ഏറ്റവും വലിയ ശക്തി ഇമോഷൻസ് തന്നെയാണ്. ആ ഇമോഷൻസ് ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നി. 4 stars out of 5 for Interstellar re-release experience. Thanks for watching. Bye.